നമുക്കൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരുവാളിപ്പ്, ചെറിയ ചെറിയ കുത്തുകൾ, ബ്രൗൺ കളറിലും ബ്ലാക്ക് കളറിലും ഒക്കെ ചെറിയ ചെറിയ കുത്തുകളൊക്കെ ഫേസിലും മൂക്കിലും ഒക്കെ നമുക്ക് കണ്ടുവരുന്നുണ്ട് അല്ലേ? അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്കൊരു ശരിക്കും ഒരു ശാശ്വത പരിഹാരം എന്ന് പറയാം. ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം കേട്ടോ. നമ്മുടെ ഹോർമോൺ ചേഞ്ച് കൊണ്ടുണ്ടാകാം, നമ്മുടെ ഒത്തിരി സൂര്യപ്രകാശം നമ്മുടെ ഫേസിൽ ഏറ്റാലുണ്ടാകാം, പിന്നെ ഏജിന്റെ ഇത് വെച്ച് നമുക്ക് ഉണ്ടാകാം, ചിലപ്പം പൊല്യൂഷൻ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാകാം. ഇതെങ്ങനെ മാറ്റിയെടുക്കും എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഹായ് ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ കൊണ്ടുവരുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ തരണം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ആരാന്നറിയാവോ? മിന്റ് ലീഫാണ്, അതായത് പുതിനയില. ഈ പുതിനയിലയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഉള്ളിലോട്ട് കഴിക്കുന്നതും ശരിക്കും ഒരു ആന്റി ഓക്സിഡന്റ് റിച്ച് ആന്ന് പറയാം. ഒരുപക്ഷെ നമ്മുടെ ആന്റി ഓക്സിഡന്റ് ആയിട്ട് നമ്മൾ പിന്നെ ഗ്രീൻ ടീ ഒക്കെ പറയത്തില്ലേ, ഗ്രീൻ ടീ പോലെ ഒരുപക്ഷെ അതിനേക്കാളും കൂടുതൽ ആന്റി ഓക്സിഡന്റ് റിച്ച് എന്ന് പറയാൻ അർഹതപ്പെട്ടതാണ് നമ്മുടെ മിന്റ് ലീഫ്. ഈ മിന്റ് ലീഫ് നമുക്ക് ഉള്ളിലോട്ട് കഴിക്കാൻ ടീ, ചട്നി, അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ ഫുഡിലാണ് ഇത് ഉൾപ്പെടുത്തുന്നത്. അതും നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്കിന്നിന് എങ്ങനെയാണ് ഇത് നമുക്ക് പ്രയോജനപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് വൈറ്റമിൻ എ ഉണ്ട്. വൈറ്റമിൻ എ നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റായ സാധനമല്ലേ. പിന്നെ ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സൈലസിലിക് ആസിഡ് ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. പിന്നെ നമ്മുടെ സെബമിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ട്. അത് നമ്മുടെ ഫേസിലൊക്കെ ആണെങ്കിൽ ഈ സെബമിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോഴാണല്ലോ ഈ പിമ്പിൾസ് ധാരാളമായിട്ടുണ്ടാകുന്നത്. അപ്പൊ അതിന്റെ ഈ സെബമിന്റെ പ്രൊഡക്ഷനെ കുറച്ചു കൊണ്ടുവരുമ്പോഴത്തേനും നമ്മുടെ പിമ്പിൾസിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു കഴിവും ഈ പുതിനയ്ക്കുണ്ട്, അതായത് മിന്റ് ലീഫിനുണ്ട്. അപ്പൊ നമ്മുടെ സ്കിന്നിന് ഇതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരുപാട് പായ്ക്കുകളുണ്ട്. അതിലൊന്നും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് വരാം. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് കണ്ടേച്ചു വരാം. മിന്റ് ലീഫ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫേസിൽ ഉപയോഗിക്കേണ്ടതെന്ന്, അതിന് ഏത് രീതിയിലാണ് അത് മേക്ക് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് കണ്ടേച്ചു വരാം. ഓക്കെ, ഒരു പിടി അതിനാവശ്യമായിട്ട് നമുക്ക് വേണ്ടിയത് പുതിനയില. നമ്മുടെ ഒരു പിടി പുതിനയില എടുക്കുക. അത് നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് തൈരാണ്, യോഗാട്ട്. അത് നമുക്ക് 1 സ്പൂൺ ആഡ് ചെയ്യാം. 1 സ്പൂണോ 1.5 സ്പൂണോ എടുക്കാം, കുഴപ്പമില്ല. ഇത് നമ്മൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് 1-2 കാര്യങ്ങളോട് ആഡ് ചെയ്തിട്ട് വേണം ഒരു ഫേസ് പായ്ക്കായിട്ട് ഇടാനായിട്ട്. നമുക്കിത് അരച്ചിട്ട് വരാം. ഇത് നമ്മൾ അരച്ചിതുപോലൊരു പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ ഇച്ചിരി ലൂസ് കൺസിസ്റ്റൻസിയാ. പക്ഷെങ്കിൽ ഇതിൻ്റെ നമുക്ക് 1-2 കാര്യങ്ങളോട് ആഡ് ചെയ്തിട്ട് നമുക്കിത് എങ്ങനെയാണ് ഫേസിൽ ഉപയോഗിക്കുന്നതെന്ന് കാണാം. അപ്പം നമ്മൾ മിന്റ് ലീഫും അതിൻ്റെ കൂടെ തൈരും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുത്തത് കണ്ടല്ലോ. അതിങ്ങനെ ഒരു ഗ്ലാസ് ജാറിൻ്റെ അകത്ത് നമുക്കൊരു 5 ഡേയ്സിനുള്ളത് അല്ലെങ്കിൽ ഒരു 4 ഡേയ്സിനുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫേസിന് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, അപ്പം മിന്റ് ലീഫിന്റെ ഗുണങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ നമ്മുടെ തൈര് എന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ സ്കിന്നിനെ ഒന്ന് മോയ്സ്ചറൈസർ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ അതിൻ്റെ അകത്ത് ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ തൈരിന്, അല്ലേ? അപ്പം ഇനി നമുക്ക് ഈ പായ്ക്കിന്റെ കൂടെ എന്തൊക്കെ ചെയ്യണം? നമ്മുടെ
ഈ മിന്റ് ലീഫിന്റെ പായ്ക്ക് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. ടോണർ ആയിട്ട് ഉപയോഗിക്കാം, പിന്നെ ഫേസ് ക്രീം, ഫേസ് പായ്ക്കുകൾ. നമുക്ക് നമ്മുടെ ഈ ബ്രൗൺ കുത്തുകള്, കറുത്ത കുത്തുകള്, കാര വന്ന പാടുകള്, ഈ കരുവാളിപ്പ്, ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ മിന്റ് ലീഫ് മേക്ക് ചെയ്തത്. ഇത് വേറെ രീതിയിൽ നമുക്ക് വേറെ പ്രോബ്ലംസ് പോകാനായിട്ട് നമുക്ക് ഇത് ഒരുപാട്, നമ്മുടെ റിങ്കിൾസ് പോകാൻ, ഫൈലൈൻ പോകാനും എല്ലാം ഇത് നല്ലതാണ്. നമ്മുടെ മിന്റ് ലീഫിന്റെ പല പല പായ്ക്കുകൾ. ഇതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് ചേഞ്ച് ആക്കണം. ഇതിപ്പോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പൊ തൈര് കൊണ്ട് മിന്റ് ലീഫ് നമ്മൾ അരച്ചെടുത്ത് നമുക്കതൊരു ക്രീം പോലെ നമ്മൾ അരച്ചെടുത്തു. ആ പായ്ക്കിന്റെ അകത്തോട്ട് നമ്മൾ നമ്മുടെ ഫേസിലിടുമ്പോൾ ഇതിൻ്റെ അകത്ത് 2 കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യണം. ഒരു 4 ഡ്രോപ്സ് നാരങ്ങ നീരും കൂടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. നമ്മൾ നാരങ്ങ നീര് ഡയറക്റ്റ് തേക്കുന്നതല്ല, ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. അത് ഒരുപാട് വേണ്ട, ഒരു 4 ഡ്രോപ്സ് അല്ലെ ഒരു 5 ഡ്രോപ്സ് വരെ ആകാം. അതും പിന്നെ ഒരു നുള്ള് കസ്തൂരി മഞ്ഞളോ സാധാ നമ്മുടെ മഞ്ഞളോ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഇത് 4ഉം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വീക്കിലി ഒരു 3 ടൈംസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു 15 to 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ചെറു ചൂട് വെള്ളത്തിൽ ഇത് കഴുകിക്കളയണം. വാം വാട്ടറിൽ കഴുകിക്കളയണം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നു, നാരങ്ങ നീര് അലർജി ഉള്ളവര് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യേണ്ട. പകരം ടൊമാറ്റോയുടെ ജ്യൂസ് കുറച്ച് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞ ക്രീമുകളാണെങ്കിലും പുതിന ഇലയ്ക്കോ തൈരിനോ നാരങ്ങ നീരിനോ മഞ്ഞളിനോ അലർജി ഉള്ളവര് ഇതിൻ്റെ അകത്ത് ഇത് മിക്സ് ചെയ്യേ വേണ്ട. ഈ പായ്ക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ, ഇത് പായ്ക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുണ്ടാക്കി നമുക്കിത് അലർജി ടെസ്റ്റ് ചെയ്ത് നമ്മുടെ കയ്യിലോ കഴുത്തിലോ അലർജി ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. പുതിന നമ്മൾ ഭക്ഷണത്തിൽ എല്ലാവരും ഉൾപ്പെടുത്തുന്നത് അല്ലെ, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. മുറിവുകളൊക്കെ കരിയാനായിട്ട്, ചിലപ്പോൾ പഴുത്ത് നിൽക്കുന്ന കാര, പിമ്പിൾസ്, ശരിക്കും ഇതിന്റെ നീര് 2-3 ദിവസം അടുപ്പിച്ച് വെക്കുവാണെങ്കിൽ അതൊന്ന് നല്ലതായിട്ട് മാറ്റം വരുന്നതായിട്ട് കാണാം. അതാണ് ചില മുറിവുകളെ കരിക്കാനായിട്ട് ഒക്കെയുള്ള കഴിവ് ഇതിനുണ്ട്. ഏറ്റവും നമ്മുടെ സ്കിന്നിനെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് സൈലസലിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു പറയുന്നുണ്ട്. പിന്നെ വൈറ്റമിൻ എ ഉണ്ട്, പിന്നെ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു സെബം പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാൻ ഇതിന് കഴിയുന്നതുകൊണ്ടാണ് നമ്മുടെ പിമ്പിൾസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ടും ഇതിന് കഴിയും. അപ്പം ഇത് ഒരു പായ്ക്ക് നമ്മുടെ എന്താണോ കുറയേണ്ടത് അതനുസരിച്ചുള്ള ഒരു പായ്ക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ വേറെ ഒരുപാട് നമുക്ക് വേറെ പായ്ക്കുകൾ വരുന്നുണ്ട്, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തു വരാം. അപ്പം നമ്മുടെ ഈ കരുവാളിപ്പ്, ഈ ബ്രൗൺ കളറിലെ കുത്തുകള്, ബ്ലാക്ക് കളറിലെ കാര വന്ന പാടുകൾ, ഇതൊക്കെ പോകാനായിട്ട് ഈ രീതിയിലൊന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. എങ്ങനെയാണ് നമ്മൾ തൈരുമായിട്ട് അരച്ചെടുത്ത മിന്റ് ലീഫിന്റെ അകത്തോട്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും പിന്നെ ലെമൺ ജ്യൂസും, അത് അലർജി ഇല്ലാത്ത ഒരു ലെമൺ ജ്യൂസ്, ഒരുപാട് വൈറ്റമിൻ സി, പിന്നെ ഒരുപാട് ഇങ്ങനെ ലെമൺ മുറിച്ചിട്ട് നമ്മുടെ ഫേസിൽ തേക്കുവോ ലെമൺ ജ്യൂസ് തന്നെയായിട്ട് നമ്മുടെ ഫേസിൽ ഇടുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളാകുന്നത്. നമ്മൾ എന്തെങ്കിലും പായ്ക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു 3-4 ഡ്രോപ്സ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ബെസ്റ്റ് റിസൾട്ടാണ്. അത് നിങ്ങൾ അലർജി ഉള്ളവരാണെങ്കിൽ അത് പാടെ ഒഴിവാക്കണം കേട്ടോ. അപ്പം ഈ പായ്ക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നമുക്കൊരു 40+ കഴിഞ്ഞവർക്ക് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇതിന് മിന്റ് ലീഫിന്. ഇതൊരു വീക്കിലി 3 പ്രാവശ്യം നിങ്ങൾ, അഥവാ ഇനി പായ്ക്ക് പ്രോബ്ലംസ് കൂടിയുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം വരെ ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പവും നമുക്ക് സംഭവിക്കുന്നില്ല. പക്ഷെങ്കിൽ ഇട്ടതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കഴുകിക്കളയാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പം ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കണും കൂടെ അമർത്തണം. എന്നാലേ എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ശരിക്കും മിന്റ് ലീഫ് കൊണ്ട് നമുക്ക് ടോണർ ഉണ്ട്, വേറെ പല പല പായ്ക്കുകൾ ഇതുണ്ടാക്കാം, ക്രീമുകൾ ഉണ്ടാക്കാം. ഇതൊക്കെ ഞാൻ ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾ ഇട്ടിട്ടൊന്ന് നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്തു നോക്കൂ. നമ്മുടെ സ്കിന്നിന്റെ പാടുകൾ മായാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് മിന്റ് ലീഫ്. ഇനി സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.